ബിരിയാണി ഒട്ടും വെക്കാൻ അറിയാത്ത ആൾക്കാർക്ക് എളുപ്പത്തിൽ ഒരു ബിരിയാണി വെക്കാനുള്ള ഐഡിയ പറഞ്ഞു തരട്ടെ. ബാ, ആവശ്യത്തിന് ചിക്കൻ, 4 വലിയ സവോള, 2 ചെറിയ തക്കാളി, മല്ലി പുതിന ഇല, നാരങ്ങ, ഏലക്ക, ഗ്രാമ്പൂ, ജാതിപത്രി ഇല, പിന്നെ ബിരിയാണി, പിന്നെ പെപ്പർ പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തൈര്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ബിരിയാണി വെക്കുന്ന പാത്രം, അതാണ് കുക്കർ. നമ്മൾ കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത്. ഓക്കെ, അത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് രണ്ടും ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇടേണ്ടത് മുറിച്ച് വെച്ച സവാളയാണ്. അതിട്ട് കഴിഞ്ഞാൽ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ശരിക്കും നമ്മൾ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഉള്ളി പെട്ടെന്ന് വാടാനായിട്ടാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കാൻ ഒട്ടും മറക്കരുത് കേട്ടോ, പിന്നെ അടുക്കി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കരിഞ്ഞു പോകും. ഓക്കെ, ഇതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതും ഒന്ന് കണ്ടില്ലേ, വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതക്കിയ പാടുള്ളൂ കേട്ടോ, ഇത് അരയ്ക്കാൻ പാടില്ലേ. എന്നിട്ട് ഇതിനെ നമ്മൾ ഇടുക. ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിട്ട് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ആ സ്മെല്ലൊക്കെ പോയി നമ്മുടെ പച്ചമണയില്ലേ, ആ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് വരുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി വന്ന് ഈ പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ താരത്തിയിടും ചിക്കൻ. സോ ആ ചിക്കൻ എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കണം. കണ്ടില്ലേ, എനിക്ക് ചിക്കൻ്റെ കാല് കിട്ടിയില്ല, എനിക്ക് കാലാണ് ഇഷ്ടം, പക്ഷേ ചിക്കൻ്റെ കാലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ള കഷ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ഇളക്കണം. ആ ഉള്ളിയും എല്ലാം അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ. പിന്നെ ഇതിലേക്ക് ആ നമ്മൾ എടുത്തു വെച്ച തൈരും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് ഫുൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിൽ ഫുൾ ഈ ചിക്കനിൽ ഫുൾ ഈ മസാലകൾ മൊത്തം പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇത് ഇളക്കി ഇതിൽ ചെറുതായിട്ടിങ്ങനെ ആവിവെള്ളം വരികയാണ്. തിളച്ച് വരുന്ന സമയം നോക്കിയിട്ട് നമ്മൾ അരിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ആ രീതിയിൽ വേണം വെള്ളം എടുക്കാൻ. വെള്ളം ഒഴിച്ചു അതിലേക്ക് നമ്മൾ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും മുറിച്ചതിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജാതിപത്രി, ആ ഇല അതൊക്കെ കൂടി ഇടുക. എന്നിട്ട് ഈ അരി ഇടുമ്പം അധികം ഇത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പ് എന്തായാലും നോക്കണം കേട്ടോ. ഉപ്പിടുന്ന സമയത്ത് അരി എന്തായാലും കുറച്ചുകൂടി ഉപ്പ് പിടിക്കുക. അതുകൊണ്ട് ഈ വെള്ളത്തിൽ കുറച്ച് കൂടുതൽ വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണം നിങ്ങൾ പിന്നെ ഉപ്പിടാനായിട്ട്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അരിയെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി ഉപ്പെല്ലാം നോക്കി, ഉപ്പൊക്കെ പാകമാണോ നോക്കിയതിന് ശേഷം ഒന്നുകൂടി നന്നായി ഇളക്കി നമ്മളിത് കണ്ടില്ലേ, എല്ലാത്തിനും പിടിച്ചിട്ടില്ലേ. ഓക്കെ, ഇനി നമ്മളിത് അടച്ചു വെക്കണം. കുക്കർ അടച്ചു വെച്ചാലല്ലേ വിസിലടിയുള്ളൂ. സോ കുക്കർ അടച്ചു വെക്കാം. അടച്ചു വെച്ച് നമ്മൾ വിസിൽ വരുന്നവരെ നോക്കി നിൽക്കണം. ഓക്കെ, നോക്കി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ബാക്കി വന്ന നാരങ്ങ വേസ്റ്റ് ആക്കണ്ട, അത് വെച്ചിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കോളൂ. കണ്ടില്ലേ, ഇനി നമ്മൾ വിസിലടിയാൻ നോക്കി നിൽക്കണം. ഓക്കെ, ഒരൊറ്റ വിസിലേ അടിയേണ്ട ആവശ്യമുള്ളൂ. ആ വിസിൽ അടിഞ്ഞ പാടെ തന്നെ സ്റ്റവ് ഓഫ് ആക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് വേവട്ടെ. എൻ്റെ ബിരിയാണി ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു പോയി, അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് ബിരിയാണി നല്ല